ജോപ്പാസ് വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റലിലെ ഒരു കാഴ്ചയാണ് കാണിക്കുന്നത്. ഞങ്ങളുടെ ജൊഹാൻകുട്ടന് ലൂസ് മോഷനും വൊമിറ്റിംഗ് ഒക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ വന്നതാണ്. അങ്ങനെ തിങ്കളാഴ്ച ഇവിടെ വന്ന് ഡോക്ടറെയൊക്കെ കാണിച്ച് പോയി. പിന്നെ ചൊവ്വാഴ്ച വീണ്ടും ഇതൊക്കെ കൂടുതലായിട്ട് വീണ്ടും വന്നു. അങ്ങനെ ഇവിടെ വന്ന് അഡ്മിറ്റായി. അപ്പം ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. എന്തെങ്കിലും കഴിച്ചാൽ അപ്പം തന്നെ വൊമിറ്റും ലൂസ് മോഷനും ഒക്കെ ആയിട്ട് ഒന്നും കഴിക്കാതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യേ, പുറത്തൊക്കെ ഒന്ന് പാർക്കിലൊക്കെ ഒന്ന് പോയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാൻ. അപ്പം അങ്ങനെ ഞങ്ങൾ പാർക്കിലൊക്കെ പോയിട്ട് ഭക്ഷണം കഴിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. കണ്ടോ, ആകെ ക്ഷീണിച്ചിരിക്കുകയാണേ നമ്മുടെ ജോപ്പ. അധികം ഒന്നും എടുത്തിട്ട് ഒരു പപ്പടവും കുറച്ച് കഞ്ഞിയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഒന്നും കഴിക്കാതെ, തീരെ കഴിക്കാതെ ആയതുകൊണ്ടാണ് ഇങ്ങനെ. സാധാരണ അങ്ങനെ പുറത്തേക്കൊന്നും വിടുന്നതല്ല, ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു. അപ്പം അങ്ങനെ ആശ ഇങ്ങനെ കുറച്ച് വാരി കൊടുക്കാനൊക്കെ ഇങ്ങനെ നോക്കുകയാണേ. ജോഹാൻകുട്ടൻ്റെ മുഖമൊക്കെ കണ്ടില്ലേ, ആകെ വളിച്ചിരിക്കുക, തീരെ വയ്യായിട്ട്. അപ്പോൾ ആ പാർക്കിലാണ് ഞങ്ങളിപ്പം ഇരിക്കുന്നത്. കുറച്ച് കൊടുക്കാൻ നോക്കിക്കഴിഞ്ഞപ്പം വേണ്ട. ഇത് കഴിക്കുമ്പം തന്നെ ആകെ പേടിയാണ് കൊച്ചിന്. ബാത്റൂമിൽ നിന്ന് ഒന്നാമതേ ഇറങ്ങാൻ നേരമില്ല, പിന്നെ വോമിറ്റിങ്ങും. ഇത് രണ്ടും കൂടി ആയിട്ട് കക്ഷി ആകെ ക്ഷീണിച്ച് വല്ലാണ്ടായിപ്പോയി. ഇതുവരെ ഇങ്ങനെ വന്നിട്ടില്ല. അഡ്മിറ്റൊക്കെ ആയിട്ടൊക്കെ ഉണ്ടെങ്കിലും അത്രയ്ക്കും ക്ഷീണം ഇതൊന്നും ആയിട്ടില്ല. ഇങ്ങനെ തീരെ കഴിക്കാത്ത അവസ്ഥയും ഇതൊന്നും കണ്ടോ. എത്ര കൊടുത്തിട്ടും മേടിക്കുന്നില്ല. എനിക്ക് വേണ്ടാന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. ഇത് കഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ബുദ്ധിമുട്ടാണല്ലോ എന്ന് വിചാരിച്ചാണ് ഇങ്ങനെ കഴിക്കാതിരിക്കാൻ കാരണം. പുറത്ത് നല്ല കാറ്റും മഴയും ഇപ്പോൾ ഉണ്ട് കേട്ടോ. ഞാൻ ഈ സമയത്തല്ല ഇതിൻ്റെ വോയിസൊക്കെ ചെയ്യുന്നത്. ഒരു കാക്ക കണ്ടോ പുറകിൽ വന്നിരിക്കുന്നത്? ജോഹാൻകുട്ടൻ്റെ പുറകിൽ ഒരു കാക്ക വന്നിരിപ്പുണ്ട്. അതിൻ്റെ തൊട്ടടുത്തുനിന്നാണ് പറയുമ്പോൾ ഇതൊക്കെ കൊടുക്കുന്നത്. അങ്ങനെ എന്തൊക്കെയോ കഥകളൊക്കെ പറഞ്ഞ് അതിൻ്റെ ഇടയിൽ അതിൻ്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് കാല് കൊണ്ടുപോയിട്ട് കുടുക്കി. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദേഷ്യം വന്നിട്ട് തലയിടിക്കുക. എന്തൊക്കെ കളികളാണെന്നറിയാവോ. എന്തോ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു ചിരിയൊക്കെ വന്നു, വീണ്ടും പോയി. വിഷമം കാണുമ്പം ആകെ വിഷമാണ്. വായിലൊന്നുമില്ല, എന്നാലും ഇങ്ങനെ കാണിക്കും ചവച്ചുകൊണ്ട്, കുറേ എന്തൊക്കെയോ ഉള്ള മാതിരി. മേടിക്കുകയല്ല, ഇനി ഉണ്ടെങ്കിൽ അത് സ്റ്റോക്ക് ചെയ്ത് വെക്കാനും നല്ല മിടുക്കനാ. ആരും അറിയല, എത്ര വേണമെങ്കിലും അങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചോളൂ. ഗൈസ്, പപ്പടത്തിൻ്റെ ഒരു കഷ്ണം കഴിക്കൂട്ടാ. ഉണ്ടോ, ആശ കുറേ കഷ്ടപ്പെടുന്നുണ്ട് ഭക്ഷണം കഴിപ്പിക്കാൻ. ഇത് അതിൻ്റെ ഇടയിൽ ഇതാ ആ കയറിൻ്റെ ഇടയിൽ കൈ കുടുങ്ങിയെന്നും പറഞ്ഞ് ഒച്ചപ്പാടുണ്ടാക്കായിരുന്നു. എടുത്തു ഏതായാലും. പിന്നെ ഇതൊന്നും പോരാതായിക്കഴിഞ്ഞാൽ എല്ലാം മടുക്കില്ല നമുക്ക്. അടുത്ത സ്ഥലം പിടിച്ചു. എന്താണ് ഊഞ്ഞാൽ. നീ ഊഞ്ഞാലിലൊക്കെ ഒന്ന് ആട്ടി പിടിച്ചിട്ട് വേണം ജോഹാൻകുട്ടന് ഭക്ഷണമൊക്കെ കൊടുക്കാൻ. അതിൻ്റെ ആദ്യത്തെ പടിയാണ് ഇപ്പം കാണുന്നത്. നല്ല ആട്ടലൊക്കെ ആട്ടി. എൻ്റെ ഇടയ്ക്ക് എപ്പോഴും ഒന്ന് കെട്ടി പറഞ്ഞ് വീഴുകയൊക്കെ ചെയ്തു. എന്നാലും കുഴപ്പമില്ലാതെ ആളിങ്ങനെ ഇരിപ്പുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഇനിയിപ്പം കുറച്ച് ഭക്ഷണം കൊടുക്കാൻ വേണം. അതായത് പിള്ളേർ ഭക്ഷണം കഴിക്കാമെന്ന് അറിയാതെ എങ്ങനെയെങ്കിലുമൊക്കെ അവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം ഇങ്ങനെയുള്ള അവസരങ്ങളിൽ. ഇത് എല്ലാ പേരൻസിനും വലിയൊരു ടാസ്ക് ഉള്ളൊരു സംഭവമാണ്. നമ്മൾ പറയും മക്കൾ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന്. ഇത് തന്നെയായിരുന്ന അവസ്ഥ. ഇവിടെയൊന്നും കഴിക്കുന്ന, പുറത്തേക്കൊന്ന് വിട്ട് ഇങ്ങനെ പല ആക്ടിവിറ്റിയിലേക്കൊക്കെ കൊണ്ടുപോയി ഇങ്ങനെയൊക്കെ ചെയ്തപ്പോഴാണ് ലേശം കഴിക്കാനെങ്കിലും ശ്രമിച്ചത്.
ചെരുപ്പൊക്കെ നോക്കി സെറ്റാക്കി. അവർക്ക് തോന്നരുത് അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് ഇരിക്കുന്നതെന്ന്. കളിയിലൂടെ അറിയാതെ കുറച്ച് കൊടുക്കുക, എന്നിട്ട് അവരെ മെല്ലെ കഴിപ്പിക്കുക. പിന്നെ നല്ല കഥകളൊക്കെ പറയുക. അതാണ് ഇതിൽ നല്ല മിടുക്കരായിട്ടുള്ള പേരൻസ് കഴിച്ചിലാവും. അല്ലാത്തത് ഡോക്ടറെ അടുത്ത് ഇങ്ങനെ പരാതി പറയാനേ നേരം ഉണ്ടാവുള്ളൂ. ഇതൊന്നും ഒരു ഇഷ്ടവുമില്ല, ഒന്നുമില്ല. ഇത് കണ്ടില്ലേ, ആകെ കുറച്ച് കഞ്ഞിയും ഇതോ കുടിച്ചുള്ളൂ. ഇതാ കുറച്ച് വെള്ളം കുടിക്കുന്ന അപ്പോൾ കാണുന്നത്. കൊണ്ടുവന്ന് വെച്ചാൽ അധികമൊന്നും കഴിച്ചില്ല. ഭക്ഷണത്തിന് ശേഷമുള്ള മരുന്നുകളാണ് കഴിച്ചിട്ട് മുഖമൊക്കെ കൂടെ കാണിക്കുന്നത്. നോക്കിയേ, എന്ത് ചെയ്യാനാ. ഇതൊക്കെയാണ് മക്കളെ അവസ്ഥകൾ. ഒന്നും പറയാനില്ല. അടുത്ത മരുന്ന് അതും കൊടുത്തു. ഇതാ അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് മാറാൻ കുറച്ച് പഞ്ചസാരയൊക്കെ കൊടുത്ത് ഇങ്ങനെ ഒപ്പിക്കുകയാണ്. എന്നിട്ടും രക്ഷയില്ല. പിന്നെ കുറച്ചുകൂടെ പഞ്ചസാര കൊടുത്തു. മരുന്നുകൾ പലതരമാണേ, നല്ല ടേസ്റ്റുമാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ആൾ മെല്ലെ ബെഡിൽ കിടക്കുകയാണ്. വീണ്ടും ആ ഉറക്കത്തിലറിയാതെ മെഡിസിൻ കയറ്റിയ ആൻറ്റിബയോട്ടിക്. അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ വേദന ഇതാണെന്ന് പറഞ്ഞ്